Hi students, ഇന്ന് നമ്മൾ KTU BTECിലെ ഗ്രൂപ്പ് എ S2 മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 4ലെ ഫസ്റ്റ് ടോപ്പിക്കായ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്താണ്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. നമുക്ക് ആക്ച്വലി നമ്മൾ രണ്ട് വെക്റ്റർ സ്പേസ് കൺസിഡർ ചെയ്യുക. വെക്റ്റർ സ്പേസ് വിയും വെക്റ്റർ സ്പേസ് ഡബ്ല്യുവും. ഈ വെക്റ്റർ സ്പേസ് വിയിൽ നിന്ന് ഡബ്ല്യുയിലോട്ട് ഒരു മാപ്പിംഗ് പോവുകയാണ്. ഒരു ഫംഗ്ഷൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു. അതാണ് എഴുതിയിരിക്കുന്നത്. എന്താ ടി ഫ്രം വി ടു ഡബ്ല്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു. വി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണ്. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ വി എന്ന് പറയുന്നത് ടിയുടെ ഡൊമെയിനും ഡബ്ല്യു എന്ന് പറയുന്നത് ടിയുടെ കോ ഡൊമെയിനുമാണ്. സപ്പോസ് വി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് ഈ ഡൊമെയിൻ വിയിലുള്ള ഒരു വെക്ടറാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് കോ ഡൊമെയിൻ വെക്ടർ സ്പേസ് ഡബ്ല്യുയിലുള്ള ഒരു വെക്ടറാണ് ഡബ്ല്യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ് ഈ ഡബ്ല്യുവും വിയും തമ്മിലുള്ള കണക്ഷൻ? വിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ കിട്ടുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ഈക്വൽ ടു ഡബ്ല്യു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ഈക്വൽ ടു ഡബ്ല്യു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? വിയുടെ ഒരു ഇമേജ് ആണ്. അണ്ടർ ദിസ് ട്രാൻസ്ഫോർമേഷൻ ടി എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനിൽ വന്ന വിയുടെ ഒരു ഇമേജ് ആണ് ഡബ്ല്യു. അങ്ങനെ നമുക്കിപ്പോൾ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ ഈ സ്മോൾ ലെറ്റർ വി മാത്രമല്ല, ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ആ ഒരുപാട് വെക്ടേഴ്സ് ഓരോ ട്രാൻസ്ഫോർമേഷൻ വഴി കോഡൊമൈൻ ഡബ്ല്യുവിൽ ഓരോരോ ഇമേജസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആ സെറ്റ് ഓഫ് ഓൾ ഇമേജസിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതാണ് ഈ ചെറിയ സർക്കിളിൽ വന്നിട്ടുള്ളത്. ആ സെറ്റ് ഓഫ് ഓൾ ഇമേജസ് ആണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റേഞ്ച് ഓഫ് ദിസ് ടി. ഇനി സപ്പോസ് ഈ സെറ്റ് ഓഫ് ഈ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കും വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ. The set of all v in capital V such that transformation of v equal to w is the pre-image of w. അപ്പോൾ നമ്മളിവിടെ 4 ടേം ആണ് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്, 4 അല്ല 5 ടേം. ഡൊമെയിൻ, കോഡൊമെയിൻ ആൻഡ് ഇമേജ്, റേഞ്ച് ആൻഡ് പ്രീ ഇമേജ്. ഓക്കെ, ആ 5 വേർഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഡൊമെയിൻ. മാപ്പിംഗ് എൻഡ് ചെയ്യുന്നത് കോഡൊമെയിനിൽ. ദെൻ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസ്ഫോർമേഷനിൽ വിയിൽ നിന്ന് ഡബ്ല്യുയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷനിൽ ഏത് വെക്ടറാണോ ഇങ്ങോട്ട് ആ ട്രാൻസ്ഫോർമേഷൻ വരണത് അതാണ് ഇമേജ്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇമേജ് ഓഫ് വെക്ടേഴ്സ് ആണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രീ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് വെക്ടർ സ്പേസ് വിയിൽ ഡൊമൈനിൽ ഉണ്ടാവുന്ന വെക്ടറിനെയാണ് നമ്മൾ പ്രീ ഇമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് അതിലെ വെക്ടർ ഇമേജ് ഏതാ പ്രീ ഇമേജ് ഏതാന്ന് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എനി വെക്ടർ വി ഈക്വൽ ടു v1 v2 ഇൻ ആർ സ്ക്വയർ ഡിഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ ബൈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1 ടു v2 v1 v2 ഈക്വൽ ടു v1 മൈനസ് v2 v1 പ്ലസ് 2v2. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വി എന്ന് പറയുന്ന വെക്ടർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഇമേജ് ഓഫ് വി ഈക്വൽ ടു -1, 2. ബി ഫൈൻഡ് ദ ഇമേജ് ഓഫ് വി ഈക്വൽ ടു 0, 0. സി ഫൈൻഡ് ദ പ്രീ ഇമേജ് ഓഫ് ഡബ്ല്യു ഈക്വൽ ടു -1, 11. അപ്പോൾ ഇവിടെ എന്താ ട്രാൻസ്ഫോർമേഷൻ തന്നു, നമുക്ക് അതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതിൻ്റെ ഇമേജാണ് കണ്ടുപിടിക്കേണ്ടത്? ഏതാ വെക്ടർ? വെക്ടർ -1, 2 എന്ന് പറയുന്ന വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് ഈ ട്രാൻസ്ഫോർമേഷനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് ഇവിടെ 2 എലമെൻറ്റ് മാത്രം വന്നത്? അതുകൊണ്ട് തേർഡ് എലമെൻറ്റ് വന്നില്ല. ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡൊമെയിൻ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൽ 2 ടപ്പിൾ എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ വെക്ടർ സ്പേസ് പറയുമ്പോഴേ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വെക്ടർ വിയിൽ ഇപ്പോൾ -1, 2 2 എലമെൻറ്റ് മാത്രമല്ല ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഇനി ട്രാൻസ്ഫോർമേഷൻ ഓഫ് -1, 2നെ നമുക്ക് എങ്ങനെ എഴുതാം? v1 മൈനസ് v2 ദാറ്റ് ഈസ് -1 - 2. അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? v1 പ്ലസ് 2v2. കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയായിരിക്കുമ്പോൾ ഇപ്പോൾ -1, 2 എന്ന് പറയുന്ന ഒരു വെക്ടർ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയായിരിക്കും ആ ഇമേജ് വരിക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് 2നെ എങ്ങനെയാണ് സെക്കൻഡ് എലമെൻറ്റ് പറയുന്നത് v1 plus 2v2 ദാറ്റ് ഈസ് -1 plus 2 into 2 ആണ് സെക്കൻഡ് എലമെൻറ്റ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന ഇമേജ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും -3, 3. അപ്പോൾ വെക്ടർ -1, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് -3, 3. അപ്പോൾ എനിക്ക് പറയാം ഈ -1, 2 എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീ ഇമേജ് ആയിരിക്കും അല്ലേ. ഞാൻ ആ ചിത്രം വരച്ച് ഓർക്കണം വിചാരിക്കണം. മുകളിലുള്ള ഡൊമൈനും താഴെ കോഡൊമൈനും വന്നു. ആ ഡൊമൈനിന് കോഡൊമൈനിലോട്ട് ട്രാൻസ്ഫോർമേഷൻ പോയി. ഡൊമൈനിലുള്ള സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെൻ്റ് ആണ് പ്രീ ഇമേജ്. ഇങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടുന്ന എലമെൻ്റ് ആണ് ഇമേജ്. ഇനി സെക്കൻഡ് നമുക്ക് തന്നിരിക്കുന്നത് വി എന്ന് പറയുന്നത് 0, 0 ആണ്. 0, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും ഇമേജ് വരിക? സിമ്പിളാണ്. ജസ്റ്റ് v1ഉം v2നും 0, 0 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 0 - 0 എന്ന് പറയുന്നത് 0 വരും. 0 plus 2 into 0, 0. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 0യും 0യും തന്നെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് എ പ്രീ ഇമേജ്. നേരത്തെ രണ്ട് ക്വസ്റ്റ്യനിലും പ്രീ ഇമേജ് തന്നിട്ട് ഇമേജ് കാണാനായിരുന്നു അല്ലേ. വെക്ടർ തന്നിട്ട് കറസ്പോണ്ടിങ് ഇമേജ് കാണാനായിരുന്നു. ഇത് നേരെ തിരിച്ച് കോഡൊമൈനിലുള്ള ഇമേജ് തന്നിട്ടുണ്ട്, പ്രീ ഇമേജ് കണ്ടുപിടിക്കണം. അതായത് v1 - v2 = -1 ആണ്. v1 plus 2v2 = 11 ആണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ലേ. അത് കണ്ടോ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ v1 - v2 = v1 plus 2v2 ആണ് -1, 11. അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ആൻസർ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് v1ഉം v2ഉം കാണണം. അപ്പോൾ രണ്ട് വേരിയബിളുള്ള രണ്ട് ഇക്വേഷൻ ഉണ്ട്, നമുക്കത് സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ v1 3 വരും, v2 = 4 വരും. അപ്പോൾ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ v1, v2 ആണ്. ദാറ്റ് ഈസ് 3, 4 ആണ് ആൻസർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഞാൻ പറഞ്ഞു വെക്ടർ സ്പേസുകൾ തമ്മിലുള്ള കണക്ഷനാണ്, ഫംഗ്ഷൻ മാപ്പിംഗ് ആണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിയും ഡബ്ല്യൂയും രണ്ട് വെക്ടർ സ്പേസസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഫോർ ഓൾ യു ആൻഡ് വി, വെക്ടേഴ്സ് ആണ് യുവും വിയും. ഫോർ എനി സ്കെയിലാർ സി. എങ്ങനെയാണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു പ്ലസ് വി, രണ്ട് വെക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ സം എടുത്താൽ വിച്ച് ഷുഡ് ബി ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ആവണം. ഓക്കെ, ഏതാണ് പ്രോപ്പർട്ടി ഓഫ് വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി? ട്രാൻസ്ഫോർമേഷൻ ഓഫ് രണ്ട് വെക്ടേഴ്സാണ് യുവും വിയും. അതിൻ്റെ സമ്മിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഈക്വൽ ആവണം. ഓരോ എലമെൻറ്റും സെപ്പറേറ്റ് എടുത്തിട്ട്, ഓരോ വെക്ടറും സെപ്പറേറ്റ് എടുത്ത് അതിൻ്റെ ട്രാൻസ്ഫോം കണ്ടിട്ട് അതിൻ്റെ സമ്മിനോട് ഈക്വൽ ആവണം. That is transformation of u plus v equal to transformation of u plus transformation of v. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ആണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി യു എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ആണ്. സി ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു ആണ്. ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ടി ഫ്രം വി ടു ഡബ്ല്യു എന്ന് പറയേണ്ട ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് പറയാം. നമുക്ക് നോക്കാം, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. Show that for any vector v equal to v1, v2 in R square, define t equal to R square to R square by t of v1, v2 equal to v1 minus v2, v1 plus 2v2 is a linear transformation. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് പ്രൂവ് ചെയ്യണം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വെക്ടേഴ്സ് കൺസിഡർ ചെയ്തു. വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ രണ്ട് വെക്ടറാണ് v1, v2. യു എന്ന് പറയുന്നതിലെ രണ്ട് വെക്ടറാണ് u1, u2. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറിലെ രണ്ട് വെക്ടേഴ്സാണ് വിയും യു എന്നും പറയുന്നത്. അതിൽ എലമെൻറ്റ്സ് ആണ് v1, v2, u1, u2. സി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ, സ്കെയിലാറാണ്. ഇനി വെക്ടർ അഡീഷൻ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്താ വരിക? യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ എന്ത് വരും? യു എന്ന് പറഞ്ഞാൽ u1, u2 ആണ്. വി എന്ന് പറഞ്ഞാൽ v1, v2 ആണ്. ഓക്കെ, അതായത് u1 പ്ലസ് v1, u2 പ്ലസ് v2 എന്ന് എഴുതാലോ. അതിനെ ഓരോ ഫസ്റ്റ് എലമെൻറ്റുകൾ ആദ്യം ആഡ് ചെയ്തു, സെക്കൻഡ് ഓർഡിനേറ്റ് എലമെൻറ്റ് u2 പ്ലസ് v2. അതാണ് u പ്ലസ് v എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എടുക്കണം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് u പ്ലസ് v എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് u1 പ്ലസ് v1 പ്ലസ് u2 പ്ലസ് v2 ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v1, v2 എന്ന് പറഞ്ഞാൽ v1 മൈനസ് v2, v1 പ്ലസ് 2v2 എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ v1 എന്ന് പറഞ്ഞാൽ u1 പ്ലസ് v1 ആണ്, v2 എന്ന് പറഞ്ഞാൽ u2 പ്ലസ് v2 ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനത്ത് കിടക്കുന്നത് നോക്കിയാൽ മതി.
ഫസ്റ്റ് ഓർഡിനേറ്റ് ഏതാണ്? ഫസ്റ്റ് ഓർഡിനേറ്റ് u1 പ്ലസ് v1. സെക്കൻഡ് എലമെൻറ്റ് ഏതാണ്? u2 പ്ലസ് v2. അത്രയും നോക്കണ്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഈ v1ൻ്റെ അവിടെ ഈ സമ്മേഷൻ കൊടുക്കും, v1ൻ്റെ അടുത്ത് ഈ സമ്മേഷൻ കൊടുക്കും. അത്രയേ ഉള്ളൂ. നോക്കാം. u1 അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു v1 മൈനസ് v2. ദാറ്റ് ഈസ് v1 എന്ന് പറഞ്ഞാൽ u1 പ്ലസ് v1 മൈനസ് v2 എന്ന് പറഞ്ഞാൽ u2 പ്ലസ് v2 കോമ സെക്കൻഡ് എലിമെന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? v1 പ്ലസ് 2v2 u1 പ്ലസ് v1 പ്ലസ് 2 ഇൻറ്റു u2 പ്ലസ് v2. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മൈനസ് നമ്മൾ ചെയ്യാണ്. അപ്പോൾ u എലമെന്റ്സും v എലമെന്റ്സും സെപ്പറേറ്റ് ആക്കുകയാണ്. അപ്പോൾ u1 മൈനസ് u2 പ്ലസ് v1 മൈനസ് v2 എന്ന് എഴുതാം. ഇവിടെ u1 പ്ലസ് 2u2 പ്ലസ് v1 പ്ലസ് 2v2 എന്ന് എഴുതാം. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? u എലമെന്റ്സ് ഒരുമിച്ച് ക്ലബ് ചെയ്ത് എഴുതി. അപ്പോൾ u1 മൈനസ് u2 കോമ u1 പ്ലസ് 2u2 പ്ലസ് v1 മൈനസ് v2 കോമ v1 പ്ലസ് 2v2 എന്ന് എഴുതി. അപ്പോൾ നോക്കൂ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ഇതായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടില്ലേ? ഇത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് u അല്ലേ? v1 കോമ v2 എന്ന് പറഞ്ഞാൽ v1 മൈനസ് v2 v1 പ്ലസ് 2v2. ഇവിടെ u1 മൈനസ് u2 u1 പ്ലസ് 2u2. അപ്പോൾ ഇതിനെ എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് u എന്ന് എഴുതാം. ഇതിനേക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v എന്ന് വരാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് u പ്ലസ് v ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് u പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v എന്ന് വന്നില്ലേ? അതായത് വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? സ്കെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ c ഇൻറ്റു u എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു c ഇൻറ്റു u1 കോമ u2. ദാറ്റ് ഈസ് ഈക്വൽ ടു c u1 കോമ c u2 ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് c uനെ എങ്ങനെ എഴുതാം? ട്രാൻസ്ഫോർമേഷൻ ഓഫ് c u1 കോമ c u2 എന്ന് എഴുതാലോ. c u എന്ന് പറഞ്ഞാൽ c u1 കോമ c u2. ഇത് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? c u1 മൈനസ് c u2 കോമ c u1 പ്ലസ് 2 c u2. അതിനെ എങ്ങനെ എഴുതാം? c കോമൺ ആണ് അല്ലേ? രണ്ടിലും സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ c ഔട്ട് സൈഡ് എടുത്താൽ u1 മൈനസ് u2 കോമ u1 പ്ലസ് 2 u2 എന്ന് എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു c ഇൻറ്റു ടി ഓഫ് u. അപ്പോൾ എന്തായി? നമ്മുടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയും വെക്ടർ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാരണം നമുക്ക് പറയാൻ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ വെദർ ദ ഫംഗ്ഷൻ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ t from r raised to 3 to r raised to 3. Transformation of x comma y comma z equal to x plus y comma x minus y comma z. നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിൽ നമ്മൾ തേർഡ് ഇതല്ലേ r3 r raised to 3 ആണ്. 3 ടപ്പിൾ ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടിയും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും. അപ്പോൾ വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് u പ്ലസ് v ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് u പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് v ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 എലമെന്റ് ഉണ്ട് അല്ലേ? നോക്കാം. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് x1 നമുക്ക് x1 y1 z1 x2 y2 z2 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് x1 y1 z1 പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് x2 y2 z2. r3 ആയ കാരണം 3 ടപ്പിൾ ആണ്. ഈക്വൽ ടു അതെങ്ങനെ വരും? x പ്ലസ് y എന്നുള്ളത് x1 പ്ലസ് y1 x മൈനസ് y x1 മൈനസ് y1 കോമ z1 പ്ലസ് x2 പ്ലസ് y2 കോമ x2 മൈനസ് y2 കോമ z2. ഇനി നമുക്ക് എന്ത് എഴുതാം? x1 പ്ലസ് y1ഉം x2 പ്ലസ് y2നെയും ഒരുമിച്ച് എഴുതാം. അത് ആദ്യത്തെ ഫസ്റ്റ് ഓരോ ടപ്പിളിലും ഫസ്റ്റ് എലമെന്റ് ആഡ് ചെയ്ത് എഴുതി. ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലോ. x1 പ്ലസ് y1 പ്ലസ് x2 പ്ലസ് y2 ദെൻ x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 z1 പ്ലസ് z2. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൽ x1 എക്സിന്റെ ടേംസ് ക്ലബ് ചെയ്തു. x1 പ്ലസ് x2 പ്ലസ് y1 പ്ലസ് y2. ഇവിടെ x1 പ്ലസ് x2 മൈനസ് ഓഫ് y1 പ്ലസ് y2 ദെൻ z1 പ്ലസ് z2. അപ്പോൾ ഇത് നോക്കൂ, ഇതെങ്ങനെയാണ് കിടക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ ഫോർമാറ്റിലാണോ കിടക്കുന്നത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എക്സ് പ്ലസ് വൈ ആണ് അല്ലേ? ഇവിടെ എന്താ? x1 പ്ലസ് x2 അതൊരു എക്സ് അല്ലേ? എക്സ് പ്ലസ് y1 പ്ലസ് y2 എക്സ് പ്ലസ് വൈ എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. എക്സ് മൈനസ് വൈ x1 പ്ലസ് x2 മൈനസ് y1 പ്ലസ് y2 സെറ്റിൻ്റെ അവിടെ z1 പ്ലസ് z2. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റിൻ്റെ അവിടെ എന്ത് വരും? x1 പ്ലസ് x2 y1 പ്ലസ് y2 z1 പ്ലസ് z2 എന്ന് വരും. ഓക്കെ ഓക്കെ അപ്പോൾ അത് അഡീഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ശരിയല്ലേ?
ഇനി അടുത്തത് സ്കെയിലാർ പ്രോപ്പർട്ടിയാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി ഇൻറ്റു എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി എക്സ് കോമ സി വൈ കോമ സി സെഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് സി എങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ സെഡ്, ദാറ്റ് ഈസ് സി എക്സ് പ്ലസ് സി വൈ കോമ സി എക്സ് മൈനസ് സി വൈ കോമ സി സെഡ്. സി കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്താൽ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ സെഡ്. അപ്പോൾ ഇത്രയും എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ആണ്. സി ഔട്ട് സൈഡ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സി യു ഈക്വൽ ടു സി ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു എന്നുള്ള ഫോർമാറ്റിലല്ലേ ഇത് കിടക്കണേ. അപ്പോൾ ഇത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്ത സ്ഥിതിക്ക് തന്നിരിക്കുന്ന മാപ്പിംഗ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറയാം. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 4 പ്രോപ്പർട്ടീസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാപ്പിംഗ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു ഡബ്ല്യു, വെക്ടർ സ്പേസ് വി ടു വെക്ടർ സ്പേസ് ഡബ്ല്യു ആണ്. യു വി എന്ന് പറയുന്നത് യു ആൻഡ് വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയിലുള്ള എലമെന്റ്സ് വെക്ടേഴ്സ് ആണ്. ദെൻ ദ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് മൈനസ് വി ഈക്വൽ ടു മൈനസ് ടി ഓഫ് വി ആയിരിക്കും. ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു മൈനസ് വി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് യു മൈനസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി. ഇനി വി ഈക്വൽ ടു ഇഫ് വി ഈക്വൽ ടു C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN ആണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി എന്ത് വരും, ട്രാൻസ്ഫോർമേഷൻ ഓഫ് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN. ഇതിനെ എങ്ങനെ എഴുതാം, C1 ട്രാൻസ്ഫോർമേഷൻ ഓഫ് V1 പ്ലസ് C2 ട്രാൻസ്ഫോർമേഷൻ ഓഫ് V2 പ്ലസ് എക്സെട്ര പ്ലസ് CN ട്രാൻസ്ഫോർമേഷൻ ഓഫ് VN എഴുതാം. ഓക്കെ, ഫോർത്ത് പ്രോപ്പർട്ടി മനസ്സിലായില്ലേ? സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എലമെന്റ്സ് ആണ്. അപ്പോൾ അതിലെ സ്കെയിലാർ ഔട്ട്സൈഡ് എടുത്തിട്ട് ഓരോ ട്രാൻസ്ഫോർമേഷൻ ഉള്ളിലോട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ലെറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം r raised to 3 to r raised to 3 be a linear transformation such that transformation of 1 0 0 equal to 2 minus 1 4, transformation of 0 1 0 equal to 1 5 minus 2, transformation of 0 0 1 equal to 0 3 1. Find t of 2 3 minus 2. ട്രാൻസ്ഫോർമേഷൻ ഓഫ് t 2 3 minus 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 1 0 0 0 1 0 0 0 1ന്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ആൻസർ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് 2 3 minus 2നെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 1 0 0 പ്ലസ് 3 ഇൻറ്റു 0 1 0 പ്ലസ് മൈനസ് 2 ഇൻറ്റു 0 0 1 എഴുതാമല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർത്ത് പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് വി ഈക്വൽ ടു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര CN VN എന്ന് പറഞ്ഞാൽ C1 ട്രാൻസ്ഫോർമേഷൻ ഓഫ് V1 പ്ലസ് C2 ട്രാൻസ്ഫോർമേഷൻ ഓഫ് V2 പ്ലസ് എക്സെട്ര CN ട്രാൻസ്ഫോർമേഷൻ ഓഫ് VN ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 2 3 minus 2 ആണ്. അതിനെ എങ്ങനെ എഴുതാം, 2 ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0 0 പ്ലസ് 3 ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 1 0 പ്ലസ് മൈനസ് 2 ഇൻറ്റു ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 0 1 എഴുതാം. ക്വസ്റ്റ്യനിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0 0ൻ്റെയും 0 1 0 0 0 1 ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എന്നിട്ട് ആ സ്കെയിലാർ കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ആൻസറായി. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 2 4 മൈനസ് 2 8 പ്ലസ് 3 15 മൈനസ് 6 0 6 0 മൈനസ് 6 മൈനസ് 2 എന്ന് വരും. എന്നിട്ട് അതിൽ ഓരോ ഫസ്റ്റ് എലമെൻറ്റുകൾ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. സെക്കൻഡ് എലമെൻറ്റ് ആഡ് ചെയ്താൽ പ്ലസ് 7 കിട്ടും. തേർഡ് എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അങ്ങനെയാണ് 7 7 0 കിട്ടിയിട്ടുള്ളത്. ഞാനത് ആ സ്റ്റെപ്പ് ഇതിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ജസ്റ്റ് നമ്മൾ 2 3 minus 2നെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് ഫോർത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ സ്കെയിലാർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്കെയിലാർസ് പുറത്ത് കിടക്കും, ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഉള്ളിലോട്ട് വരും. ക്വസ്റ്റ്യനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 0 0 ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 1 0 ട്രാൻസ്ഫോർമേഷൻ ഓഫ് 0 0 1 തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7 7 0 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് t be a linear transformation from r square into r square such that transformation of 1 2 equal to 1 0 and transformation of minus 1 1 equal to 0 1. Find transformation of 2 0 and transformation 0 3. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ ട്രാൻസ്ഫോർമേഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. 1 2ൻ്റെയും മൈനസ് 1 1ൻ്റെയും ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 0യും 0 3യും കണ്ടുപിടിക്കണം. ടി എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഈ 1 2 ഇതിനൊരു ഏതെങ്കിലും ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20യും 03യും കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. അതായത് ഇപ്പോൾ ടി എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഫോർത്ത് പ്രോപ്പർട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ രണ്ട് വെക്ടേഴ്സ് ഉള്ള കാരണം ട്രാൻസ്ഫോർമേഷൻ ഓഫ് C1V1 പ്ലസ് C2V2 ഈക്വൽ ടു C1T1 T ഓഫ് V1 പ്ലസ് C2 ട്രാൻസ്ഫോർമേഷൻ ഓഫ് V2 ആണ്. C1ഉം C2ഉം സ്കെയിലാർ ആണ്, V1ഉം V2ഉം വെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 2003 നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അതാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് 20യും ട്രാൻസ്ഫോർമേഷൻ ഓഫ് 03 ആണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. ഇപ്പോൾ സപ്പോസ് 20 ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു സ്കെയിലാർ ഉണ്ട് 1,2 പ്ലസ് ബി ഇൻറ്റു -1,1 ആയിരിക്കും 20. അപ്പോൾ ആ എയും ബിയും നമുക്ക് എങ്ങനെ കാണാം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എ പ്ലസ് മൈനസ് ബി ആണല്ലേ, -1. എ മൈനസ് ബി ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് 2, സെക്കൻഡ് എലമെൻറ്റ് 2a പ്ലസ് ബി ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുമ്പോൾ എ 2/3 ബി -4/3 വരും. അപ്പോൾ 20നെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? എ എന്ന് പറഞ്ഞാൽ 2/3 ഇൻറ്റു 1,2 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ -4/3 ഇൻറ്റു -1 എഴുതാം. നമുക്കിതിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 ട്രാൻസ്ഫോർമേഷൻ ഓഫ് -1 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 2,0 എന്ത് വരും? 2/3 ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 -4/3 ട്രാൻസ്ഫോർമേഷൻ ഓഫ് -1 ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 1 10 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് -1 01 തന്നിട്ടുണ്ട്. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 -4/3 എന്ന് കിട്ടും. മനസ്സിലായാലും എങ്ങനെയാണ് ചെയ്തതെന്ന്? നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട എലമെൻറ്റിനെ എ ബി എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി തന്നിരിക്കുന്ന ഡാറ്റയായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നിട്ട് എയും ബിയും കണ്ടുപിടിച്ചു. അതിനങ്ങനെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി നമുക്കിതിൻ്റെ ട്രാൻസ്ഫോം കാണണം. അപ്പോൾ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു തന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ട്രാൻസ്ഫോം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 2,0 കിട്ടി. ഇനി സിമിലർലി കണ്ടുപിടിക്കേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് 03 ആണ്. 03 ആകുമ്പോൾ എന്താ വരിക? അനദർ രണ്ട് വേരിയബിൾ ആയിരിക്കും അല്ലേ. എയും ബിയും തന്നെ വേണമെന്ന് അറിയില്ല, നമുക്ക് അറിയില്ല ഏത് വാല്യൂസിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് 03 എന്ന്. അപ്പോൾ സിയും ഡിയും എടുത്തു അൺനോൺ. ഇതിനകത്ത് സിംപ്ലിഫൈ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാം. C - D = 0, 2C + D = 3. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ C = 1ഉം D = 1ഉം വരും. അപ്പോൾ 0,3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് എഴുതാം. 1/1,2 പ്ലസ് രണ്ടും 1 1 ആണ്, 1, -1 1. അപ്പോൾ ആ രണ്ട് ട്രാൻസ്ഫോർമേഷനും കൂടി ആഡ് ചെയ്താൽ മതി സിംപ്ലി. അപ്പോൾ 1 + 0 1 വരും, 0 + 1 1 വരും. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് 03 നമുക്ക് 1,1 കിട്ടി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ വെദർ ദ ഫംഗ്ഷൻ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ M22 to M2 ട്രാൻസ്ഫോർമേഷൻ ഫ്രം M22 to R. Transformation of A is defined as A minus B minus C minus D, where A is the matrix A B C D. Okay. ഇതിലെ മെട്രിക്സിൽ നിന്ന് 2/2 ഓർഡറുള്ള മെട്രിക്സിൽ നിന്ന് ആറിലോട്ടാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ളത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? A മൈനസ് ബി മൈനസ് സി മൈനസ് ഡി എന്നാണ്. അതിൽ എ വെക്ടർ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൽ എലമെന്റ്സ് ആണ് എ ബി സി ഡി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഫംഗ്ഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ ആണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് A1 and A2 be two matrices in M22. രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്ത് A1 B1 C1 D1. A1ലെ A2ലെ A2 B2 C2 D2. ഇനി ട്രാൻസ്ഫോർമേഷൻ ഓഫ് A1 പ്ലസ്, അപ്പോൾ നമുക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണോ നോക്കിയാൽ മതി. വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടിയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടിയും. വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് A1 പ്ലസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് A2 നോക്കണം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് A1 എന്താണ്? A1 മൈനസ് B1 മൈനസ് C1 മൈനസ് D1 ആയിരിക്കും. A2ൻ്റേത് A2 മൈനസ് B2 മൈനസ് C2 മൈനസ് D2 ആയിരിക്കും. അതിൽ എയുടെ ടേംസ് ക്ലബ് ചെയ്തു, ബിയുടെ ടേംസ് ക്ലബ് ചെയ്തു, സിയുടെ ടേംസ് ക്ലബ് ചെയ്തു, ഡിയുടെ ടേംസ് ക്ലബ് ചെയ്തു. അപ്പോൾ A1 പ്ലസ് A2 മൈനസ് ഓഫ് B1 പ്ലസ് B2 മൈനസ് ഓഫ് C1 പ്ലസ് C2 മൈനസ് ഓഫ് D1 പ്ലസ് D2. ആക്ച്വലി ഇതെന്താണ്? ഇതേ ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? എ ബി സി ഡിയുടെ സ്ഥാനത്ത് A1 A2 B1 B2 C1 C2 D1 D2 എന്ന് കിടക്കുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് A1 പ്ലസ് A2 ആണ്. വെക്ടർ അഡീഷൻ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി നോക്കാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് KA ഈക്വൽ ടു KA മൈനസ് KB മൈനസ് KC മൈനസ് KD. അതിൽ K ഔട്ട്സൈഡ് എടുത്താൽ A മൈനസ് B മൈനസ് C മൈനസ് D. ഇതെന്ന് പറയാൻ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് A എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന കാരണം ടി എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ലീനിയർ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ടായിരുന്നു പഠിച്ചത്. ആദ്യം നമ്മൾ അതെങ്ങനെ ഒരു ഫംഗ്ഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു ഫംഗ്ഷൻ ട്രാൻസ്ഫോർമേഷൻ തന്നാൽ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ അതിൻ്റെ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു. ദെൻ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.